എന്നെ വേറെ എന്തെങ്കിലും വിളിച്ചാണ്ടല്ലോ, വർഗീയവാദി എന്ന് വിളിച്ചാ എന്റെ ആൻസർ കിട്ടും. വർഗീയവാദി എന്ന് വിളിച്ചാ കക്ഷിക്ക് വട്ടാണെന്നാ തോന്നുന്നു. BJP സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരെ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള സുപ്രധാന വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. അസംബ്ലി പിരിച്ചുവിട്ടു. മുതലാളി, അപ്പൊ ഞാൻ നിനക്കിന്തു മുതൽ പുറംപണിയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അകത്ത് നിൽക്കുന്നത്? ഞാൻ രാജിവെക്കുക. സ്ഥാനമൊഴിയുന്ന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ പറഞ്ഞു സങ്കടം വരുന്നുണ്ടോ? സ്ഥാനമൊഴിയുന്ന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അധികം സമയം പ്രസംഗിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. മനസ്സില്ലാ മനസ്സോടുകൂടി സുരേന്ദ്രൻജി BJP ഓഫീസിന്റെ പടികൾ ഇറങ്ങിപ്പോയി. കിരീടത്തിലെ മോഹൻലാൽ പോണല്ലേ? പാപ്പന് വിഷമായി. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി. ഇമോഷണൽ ആവുന്നുണ്ടെങ്കിൽ ഇമോഷണൽ ആയിക്കോ, കരയണമെങ്കിൽ കരയാ. അപ്പോൾ അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റുപോയെന്നാണോ? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയാനകമായിരുന്നു. ഓർമ്മ വെച്ച 18-ാം വയസ്സ് മുതൽ ഈ വീട്ടിലെ ഉപ്പും ചോറും തിന്ന് വളർന്നവരാണ് ഞാൻ. ആ നന്ദി ഉള്ളതുകൊണ്ട് പറയാ, ഈ കുടുംബം ഞാൻ കുളം ചോട്ടും. ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഇന്ന് എനിക്കൊരു സംസ്ഥാന പ്രസിഡന്റ് ഉത്തരവാദിത്വം എനിക്ക് പാർട്ടി തന്നു. എന്റെ ചാത്തമാരെ മൊട്ടയിലെ കൂടോത്രം വലിച്ചേക്കണേ. എന്താണോ ഉണ്ടാവുക? എനിക്ക് ആലോചിക്കുമ്പോൾ ചിരി വരിക. എനിക്ക് മുണ്ടെടുക്കാനും അറിയാം, ആവശ്യം വന്നാൽ അത് മടക്കി കുത്താനും അറിയാം. എനിക്ക് മലയാളം സംസാരിക്കാനും അറിയാം, വേണ്ടി വന്നാൽ നല്ല 2 തെറി പറയാനും അറിയാം. അപ്പൊ എനിക്ക് മുണ്ടുകൊടുക്കാനും അറിയാം. എനിക്കതല്ല പ്രശ്നം, ഈ മുണ്ടൊന്നും ശരിക്കും ഉടുക്കാൻ പറ്റില്ലല്ലോ കർത്താവേ. അപ്പൊ എനിക്ക് മുണ്ടുകൊടുക്കാനും അറിയാം. പാറുള്ളോടത്തോളം കാലം ഒരു ഡബിൾ മുണ്ട് ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇട്ടാൻ പറ്റില്ല. എന്റെ ദൈവമേ. അപ്പൊ എനിക്ക് മുണ്ടുകൊടുക്കാനും അറിയാം, വേണമെങ്കിൽ മുണ്ടിൽ കുത്തി വെക്കാനും അറിയാം. എന്നോട് കളിക്കല്ലേ മോനെ ദിനേശ. വേണമെങ്കിൽ മുണ്ടിൽ കുത്തി വെക്കാനും അറിയാം. ഈ മോഹൻലാലൊക്കെ ഇത് എങ്ങനെ എന്തോ കാണിക്കുന്നത്? എന്റെ കർത്താവേ, ഈ ഡബിൾ മുണ്ട് കണ്ടുപിടിച്ചവന്റെ അമ്മയ്ക്ക് വിളിക്കണം. മലയാളം സംസാരിക്കാനേ അറിയാം. വിശ്വസ്തല്ല, വിശ്വസ്ത. വിശ്വസ്ത ശ്വാസോച്ഛ്വാസത്തിന്റെ ശ്വ കണ്ണാക്കി മുട്ടിച്ചേ. മലയാളത്തിൽ തെറി പറയാനും അറിയാം. എവിടെ നിന്ന് കിട്ടിയടാ ഇതിന്? അതുകൊണ്ട് നമുക്ക് നമ്മുടെ കേരളയിൽ വേണ്ടത് വിദ്യാഭ്യാസ. എന്താവാസ്? അങ്ങ് ഗൾഫിലെ ഒരു മിനിറ്റ്, നന്നായിട്ട് പഠിച്ചിട്ട് വന്നതായിരുന്നു. വിദ്യാഭ്യാസമുള്ള തലമുറ. വിദ്യാവാസ് യോജന. അയ്യേ, എവനും മലയാളം അറിഞ്ഞൂടാണ്. എന്താടാ ഒരുമാതിരി ആക്കിയ ശരി. വികസനത്തിന്റെ അവസരം കിട്ടണം. അടികൊള്ളും, നേരെ പറയും. വിശ്വസ്ത. അഴിമതിയും കീടരാഷ്ട്രീയം എനിക്ക് അറിയില്ല. അത് കോൺഗ്രസിന്റെ രാഷ്ട്രമാണ്, അത് CPM-ന്റെ രാഷ്ട്രമാണ്. സത്യം പറയാലോ, കെ സുരേന്ദ്രൻ ഇത്രയ്ക്കും പൊട്ടനും കോമാളിയും ഒന്നും ആയിരുന്നില്ല. രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോഴാണ് കെ സുരേന്ദ്രൻ ഒരു മഹാനായിരുന്നു എന്ന് മനസ്സിലായതല്ലേ. അദ്ദേഹത്തിന് മുണ്ടെടുക്കാനും തെറി പറയാനും മലയാളം പറയാനും മാത്രമല്ല കേട്ടോ അറിയുന്നത്, അദ്ദേഹത്തിന് പേപ്പറിൽ നോക്കി സ്വന്തം അച്ഛന്റെ പേരും അമ്മേന്റെ പേരും പഠിച്ച സ്കൂളിന്റെ പേരും വായിക്കാൻ വരെ അറിയാം. ബാബുവിന്റെ അച്ഛൻ കുഴക്കണ ചോദ്യമുള്ള അല്ല, അച്ഛന്റെ പേര് പറഞ്ഞാൽ മതി. അതാണ് കുഴക്കണ ചോദ്യം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അഹമ്മദാബാദിൽ ജനിച്ച ഈ പട്ടാളക്കാരന്റെ മകൻ ലൈഫ് ലൈൻ. അച്ഛന്റെ പേര് ലൈഫ് ലൈൻ. എന്റെ അച്ഛന്റെ പേര് പറഞ്ഞെങ്കിൽ ലൈഫ് ലൈൻ വേണം.
ഇയാളെന്താ ഇന്ന് വേർക്കുന്നേ? സാറേ സെൽഫ് ഇൻട്രോന്റെ അടുത്തവരി വായിക്കാം. തൃശൂർ ജില്ല കൊണ്ടയൂർ ഗ്രാമത്തിൽ വളർന്ന സെൽഫ് ഇൻട്രോയൊക്കെ നോക്കി വായിക്കണം തെറ്റിപ്പോവല്ലെങ്കിൽ. എഴുതി കൂട്ടി കൊണ്ടുവന്നതാണ്. ഓ ഇത് കുറെ ഉണ്ടല്ലോ. 238 പേജുള്ള റിപ്പോർട്ടാണ് സാർ. തൃശൂരിൽ പഠിച്ച നീ എന്തിനാ പഠിക്കണേ? ഫൈനൽ ഇയർ LLBക്ക്. അതല്ല ചോദിച്ചത്, നീ എന്തിനാ പഠിക്കണേന്ന്. 8 സെൻട്രൽ സ്കൂൾ ഇന്ത്യയിൽ വേറെ വേറെ സ്ഥലത്തിൽ പഠിച്ച നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് കളയാനായിട്ട്. അയ്യേ രാജീവ് ചന്ദ്രശേഖർജി പാർട്ടിയുടെ പുതിയ അധ്യക്ഷനായി വരുമ്പോ അദ്ദേഹത്തിന് ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം ഉണ്ടോ എന്നൊക്കെ ചില ആളുകള്, മാധ്യമങ്ങള്, ചില വിമർശകന്മാർ തുടങ്ങിയിട്ടുണ്ട്. എടാ അത് നീയല്ലേ? ഏതാണ് സത്യം പറ, അത് നീയല്ലേ? രാജീവ് ചന്ദ്രശേഖർജി പാർട്ടിയുടെ പുതിയ അധ്യക്ഷനായി വരുമ്പോ അദ്ദേഹത്തിന് ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം ഉണ്ടോ എന്നൊക്കെ ചില വിമർശകന്മാർ തുടങ്ങിയിട്ടുണ്ട്. ഓ ദ്രോഹിക്കാനായിട്ട് തന്നെ വന്ന് കയറിയിരിക്കുകയാണ് അശൂലം. അമേരിക്കയിലും ഇന്ത്യയിലും ടെക് മേഖലയിൽ തൊഴിൽ ബിസിനസ് ചെയ്ത നിലം തൊടാത്ത യാത്രകൾ. അമേരിക്ക, ലണ്ടൻ, ജപ്പാൻ, ഇന്ത്യ, കേരള, വിയൂർ, കണ്ണൂർ, പൂജപ്പുര, പാളയം, സ്റ്റാച്യു, പേട്ട, തിരുവനന്തപുരം, അങ്ങനെ എത്ര രാജ്യങ്ങൾ. ടെക് മേഖലയിൽ തൊഴിൽ ബിസിനസ് ചെയ്ത മഹേന്ദ്ര നാരായണ, ഇദ്ദേഹം ആരാണെന്നറിയോ? വലിയ അണ്ടി കമ്പനി മുതലാളിയാ. വെറും ഒരു ഓട്ട് കമ്പനിയിൽ നിന്നും ആരംഭിച്ച് ഇന്ന് കോടിക്കണക്കിന് അണ്ടിക്ക് ഉടമയാ. 18 കൊല്ലം ദേശം ജനസേവ ചെയ്ത രാജ്യസഭ MP ആയ ഇനി ഈ പുതിയ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുമ്പോൾ നിന്റെ പ്രസംഗം കഴിഞ്ഞില്ലടാ. സാറേ പിന്തുണയും അനുഗ്രഹവും കൂടി നോക്കി വായിക്കാം. മുതലാളി, ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. ഞാൻ ഇന്ന് എല്ലാവരുടെയും പിന്തുണ, എല്ലാവരുടെയും അനുഗ്രഹവും, എല്ലാവരുടെയും സ്നേഹം അഭ്യർത്ഥിക്കുന്നു. ഞാൻ ആലോചിക്കായിരുന്നു, ഈ തലയിലെ കളിമണ്ണെടുത്ത് കുഴച്ച് ചെളിപ്പരിവാക്കി അച്ചിലിട്ട് ചുട്ടെടുത്തിരുന്നെങ്കിൽ ഓടായിട്ടെങ്കിലും പ്രയോജനപ്പെടുമായിരുന്നു. ഇന്നലെ ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞു, രാജീവ് ചന്ദ്രശേഖരൻ മലയാളം അറിയില്ല. അത് ശരിയാണ്. എനിക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല. അത് 100% കറക്റ്റാണ്. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടക്കണം. ഈ അവസ്ഥ വീട്ടിൽ പോവാൻ വയ്യേ.